നമസ്കാരം. ഞാൻ കൊച്ചിനി എന്ന് പറഞ്ഞ ആളാണ്. വെട്ടിക്കവലയിലെ മുൻ മെമ്പറായിരുന്നു. ഞാൻ പത്തനാപുരം താലൂക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഉന്നയിച്ചിരുന്നു. എന്നാൽ വേണ്ടത്ര ഗൗരവം കണ്ടില്ല, ആരും കൊടുത്തില്ല. പ്രധാന ചാനലുകളാരും ഒരു ചെയ്യാത്ത വാർത്തയാണ്. ഓൺലൈൻ മാധ്യമങ്ങളാരും ഈ വാർത്ത ചെയ്തിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ ആറിൻ്റെ, ഇത് കല്ലടയാറാണ് ഈ കടന്നു പോകുന്നത്. ഇവിടെ പാലമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ പാലത്തിന് തന്നെ ബലക്ഷയം ഉണ്ടാകുന്ന രീതിയിൽ അതിനോട് ചേർന്ന ഒരു താലൂക്ക് ഹോസ്പിറ്റൽ 99 കോടി രൂപയ്ക്കാണ് നിർമ്മിക്കുന്നത്. 99 കോടി രൂപയ്ക്ക് ഒരു പൊതു ഫണ്ട് ഇവിടെ മുടക്കുമ്പോൾ അത് കൃത്യമായ നല്ല സ്ഥലത്തായിരിക്കണം. നിങ്ങൾ ഈ കാണുന്നത് 94 പ്രളയത്തിൽ മുങ്ങിയ സ്ഥലമാണ്. അതായത് ഈ പ്രദേശം ഒന്നാകെ മുങ്ങിപ്പോയി. നിങ്ങൾ പഴമക്കാരോട് ചോദിച്ചാൽ മതി. എനിക്കറിയുന്ന കാര്യമാണ്. ഞാൻ 94 വെള്ളപ്പൊക്കത്തിൽ അന്ന് തെമ്മല ഡാം ഷട്ടർ ഉയർത്താൻ പറ്റാതെ വന്നു. അതുപോലെ ആ ഇടത്താവളമെല്ലാം ഒഴുകിപ്പോയി. കണ്ണറപ്പാലം വരെ വെള്ളം കയറി ഒഴുകിപ്പോയ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു പാലം നിർമ്മിക്കുമെന്ന്, അതുപോലെ 2017ലെയും 2018ലെയും പ്രളയത്തിൽ ഈ ഇവിടെ കവിഞ്ഞൊഴുകിയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പാലത്തോട് ചേർന്ന് ഈ സ്ഥലം ഹോസ്പിറ്റലിനായി തിരഞ്ഞെടുത്തത് ഏറ്റവും അപകടകരമാണ്. 1. 2, നാളെ ഇവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റത്തില്ല. തെമ്മല ഡാം ഇനി കരകവിഞ്ഞൊഴുകില്ല, ഷട്ടറിന് മുകളിലെ വെള്ളം വീഴത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അന്ന് ഷട്ടർ തുറക്കാൻ പറ്റാതെ വെടിവെച്ചാണെന്ന് ഷട്ടർ തുറന്നത്. കാരണം കുറേ നാളായിട്ട് അത് പഴകിയിരുന്നേ എന്തായാലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഹോസ്പിറ്റലിനോട് ചേർന്ന്, അതായത് പുഴയുടെ തീരം കയ്യേറിയാണ് ഇതിൻ്റെ നിർമ്മാണം. ഈ പുഴയുടെ വീതി നല്ല വീതിയുള്ള പുഴയാണ്. ഇതിൻ്റെ അത്രയും തന്നെ വീതി വിട്ടിട്ട് വേണം ഏത് നിർമ്മാണവും നടത്താൻ എന്നത് പ്രാഥമികമായ ഒരു അറിവാണ്, അല്ലെങ്കിൽ നിയമമാണ്. അതൊന്നും പാലിച്ചിട്ടില്ല. 2, ഇവിടെ കുടിവെള്ള പദ്ധതി ഈ കല്ലടയാറിനെ കേന്ദ്രീകരിച്ച് ഏതാണ്ട് 4ഓളം ശുദ്ധജല കുടിവെള്ള പദ്ധതിയുണ്ട്. ഇതെല്ലാം മലിനപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ ഉൾപ്പെടെ ചെയ്യുന്ന മലയാളികളുടെ ഒരു പ്രബുദ്ധ മലയാളിയുടെ ഒരു സ്വഭാവമാണല്ലോ, നമ്മുടെ വീട്ടിലെ വീട്ടിലെ മാലിന്യം എല്ലാം കവറിൽ കെട്ടി അടുത്തവൻ്റെ പറമ്പിലെറിയുക, അല്ലെങ്കിൽ അടുത്ത വഴിയിൽ വലിച്ചെറിയുക, അല്ലെങ്കിൽ ജലാശയങ്ങളിൽ തള്ളുക. ഇതൊക്കെയാണല്ലോ നമ്മുടെ ഈ കലാപരിപാടികൾ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ കുടിവെള്ളം മലിനപ്പെടും. ഇതിനെതിരെ ആരും ആശങ്ക ഉയർത്തിയില്ല. ഒരു ചാനലുകാരും ഒരു മാധ്യമങ്ങളും ഒന്നും മിണ്ടിക്കണ്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പരാതി കൊടുത്തതിന് പിന്നാലെ വളരെ ഫാസ്റ്റായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നത്. പത്തനാപുരം പഞ്ചായത്തിൽ പരാതി കൊടുത്തു, ഒരാവശ്യം കൊടുത്തു. എന്തായാലും പഞ്ചായത്ത് ലൈസൻസ് വേണ്ട എന്നാണ് എനിക്ക് അറിയിപ്പ് കിട്ടിയത്. നിങ്ങളിത് പരിശോധിക്കുക. ഇത് പൊതുജന സംരക്ഷണത്തിലേക്ക് ഞാൻ തരികയാണ്. പത്തനാപുരത്ത് തന്നെ ഇഷ്ടം പോലെ വനഭൂമിയുണ്ട്. ഈ വനഭൂമി ഏറ്റെടുത്ത് അവിടെ നിർമ്മിക്കാം. പകരം തോട്ടം ഭൂമി വനഭൂമിക്കായി വിട്ടുകൊടുക്കാം. അതല്ലെങ്കിൽ തോട്ടം ഭൂമി ഇഷ്ടം പോലെ ഉണ്ട്, തോട്ടം മേഖല തന്നെ ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെ ഒരു സ്ഥലം ഏറ്റെടുക്കാതെ ഈ 99 കോടി രൂപ പൊതുജനങ്ങളുടെ നികുതിപ്പണം ഇങ്ങനെ ദുർവ്യയം ചെയ്യുന്നത് ശരിയാണോ? ഇവിടെയാണോ ഹോസ്പിറ്റലിന് പറ്റിയ സ്ഥലം? ഇത് മലിനപ്പെടില്ലേ? ഇനി നാളെ ഈ പാലം അപകടാവസ്ഥയിലായി, ഏനാത്ത് പാലത്തെ പോലെ അപകടാവസ്ഥയിലായി എന്ന് കരുതുക. തൊട്ടിപ്പുറത്തൊരു പാലം എങ്ങനെ പണിയാൻ സാധിക്കും? അപ്പോൾ അപ്പുറത്ത് പണിയണമെങ്കിൽ അവിടെ കൃഷിഭവൻ ഉൾപ്പെടെയുള്ള പൊതുസ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് വീടുകളുമുണ്ട്. എന്നാൽ ഈ സൈഡിൽ വീടുകളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. അതുകൊണ്ട് ഇനി അതുപോലെ 4 വരിയായിട്ട് ഈ പാത ഉയരുവാണെങ്കിൽ, അതായത് പത്തനാപുരത്തേക്കുള്ള ഈ റോഡ് 4 വരി പാതയാക്കിയാലോ ഒരു പാലം കൂടെ വേണ്ടി വരും. അവിടെയും പ്രശ്നമാണ്. അപ്പോഴും അപ്പുറത്ത് മാത്രമേ ഇനി അതിന് ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള പബ്ലിക് ഫണ്ട് ചെലവഴിക്കുമ്പോൾ അത് കൃത്യമായ സ്ഥലം കണ്ടെത്തണം, മുൻഗണനാക്രമം വേണം. ഇവിടെ വലിയ വികസനത്തെ പറ്റിയുള്ള ചർച്ച നടക്കുകയാണ്. കോടികൾ ഇവിടെ എല്ലായിടം പണം വെച്ചിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ടാണ് ഇത് ഈ ഹോസ്പിറ്റൽ നിർമ്മിച്ചത്. എന്നാൽ ഇതേ സമയം തന്നെ വെട്ടിക്കവലയിൽ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട ഞാൻ കാര്യം പറഞ്ഞു. അതിൻ്റെ 2 നിലയ്ക്ക് 5 നിലയുടെ ഫൗണ്ടേഷൻ ഇട്ട് 2 നിലയായിരുന്നു പ്ലാൻ. അവിടെ യഥാർത്ഥത്തിൽ ഈ പത്തനാപുരം MLA തന്നെ അത് തടഞ്ഞിട്ടിട്ട് 2016 ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ച ആ പദ്ധതി അവസാനം 2021 അത് ഉദ്ഘാടനം ചെയ്തത്. അതായത് 2020 ഞാൻ മെമ്പറായതുകൊണ്ട് എന്നോടുള്ള ഒരു വൈരാഗ്യം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതായത് അവിടെ കെട്ടിടം പണിഞ്ഞില്ല അദ്ദേഹം. കമ്പി മുകളിലോട്ട് നിന്ന് വർഷങ്ങളായിട്ട് നിന്നു. അവസാനം ആ കമ്പി മുറിച്ച് മാറ്റിയിട്ട് പുതിയൊരു സ്ഥലം കണ്ടെത്തി അവിടെ പണിഞ്ഞു. MLA അത് അറിഞ്ഞില്ല എന്നാണ് അന്ന് പറഞ്ഞ ന്യായം. അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ, വികസനം നടക്കുമ്പോൾ കൃത്യമായ സ്ഥലത്തായിരിക്കണം, കൃത്യമായ ആസൂത്രണം വേണം.
ഫണ്ട് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് ഈ വിഷയം പൊതുജന സമക്ഷത്തിലേക്ക് ഞാൻ വയ്ക്കുകയാണ്. ഇത് ഞാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിനും ജില്ലാ കളക്ടർക്കും പിന്നെ ജില്ലാ ആരോഗ്യ സൂപ്രണ്ടിനും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം കൈമലർത്തി കാണിക്കുകയാണ്. നിങ്ങൾ മലിനീകരണ ബോർഡിനെ കണ്ട് ഇതെന്തെങ്കിലും ചെയ്യുമെന്നൊക്കെയാണ് അവരന്ന് പറഞ്ഞത്. അവരെല്ലാം നിസ്സഹായരാണ്. നോക്കൂ, ഇതിൻ്റെ തീരം ഇടിഞ്ഞ് ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഈ മണ്ണെല്ലാം എടുത്ത് ഈ ആറ്റിലേക്കാണ് ഇടുന്നത്. നിങ്ങൾക്ക് കാണാം, ദാണ്ട താഴോട്ട് കിടക്കുകയാണ് മണ്ണെല്ലാം. ഇതെല്ലാം അടുത്ത പ്രളയം വരുമ്പോൾ ഭാവിയിൽ ഒരു ദുരന്തം പെട്ടെന്നൊന്നും ഉണ്ടാവണമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് അനിൽ എന്നാണ്, കൊച്ചിനി എന്നാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ അഴിമതിക്കെതിരായ പോരാട്ടം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ലൈവായി സജീവമായി നിൽക്കുന്നു. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, അതായത് എൻ്റെ വർത്തമാനം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കണ്ട, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ മടിക്കണ്ട. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.